അവൻ അല്പനേരം അവളെ നോക്കി നിന്നു. എന്നിട്ട് ഇത്രമാത്രം പറഞ്ഞു: അറിഞ്ഞുകൊണ്ട് നീ നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും ഓർത്ത് ഒരിക്കൽ നീ നെഞ്ചു പൊട്ടിക്കരയും. അന്ന് സാന്ത്വനിപ്പിക്കാൻ എന്നെ വിളിച്ചു പോകരുത്. ആയുഷ് പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്കിറങ്ങി. അവൻ പോകുന്നത് നോക്കി നിന്ന ജോണിന് വല്ലാത്ത വേദന തോന്നി. അയാൾ പതിയെ അവൾക്കരികിലേക്കിരുന്നു. മോളെ. അവളുടെ ചുമലിലേക്ക് കൈവച്ചുകൊണ്ട് അയാൾ ആർദ്രതയോടെ വിളിച്ചു. വേണ്ട പപ്പ, പപ്പ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എനിക്കതൊന്നും കേൾക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതിനാൽ ഫോൺ എടുത്ത് അയാളും പുറത്തേക്കിറങ്ങി. 2 പ്രാവശ്യം ഫുൾ റിങ് ചെയ്തിട്ടും ആമി ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ജോണിന് ടെൻഷനായി. 3ാമതും കോൾ ബട്ടൺ അമർത്തുമ്പോൾ അയാൾ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു: ഈ റിങ്ങിലും അവൾ ഫോൺ എടുത്തില്ല എങ്കിൽ ഈ നിമിഷം താൻ അവളുടെ അരികിലേക്ക് ഓടിയിരിക്കും. എന്നാൽ അപ്പുറത്തെ കോൾ കണക്റ്റായപ്പോൾ ജോണിൽ ആശ്വാസത്തിൻ്റെ നിശ്വാസമുയർന്നു. ആമി, നീ എന്താ ഒന്നും പറയാതെ പോയത്? അവൾ നമ്മുടെ മോളല്ലേ. അന്നത്തെ വേദന അവളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെയെല്ലാം പറഞ്ഞത്. നിനക്ക് അവളോട് ക്ഷമിച്ചൂടെ? അപ്പുറത്തൊരു ദീർഘനിശ്വാസം ഉയർക്കുന്നത് അയാൾ കേട്ടു. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇച്ചായ. ക്ഷമിച്ചല്ലേ പറ്റൂ. മുൻപൊരു കാര്യം ഞാൻ ഇച്ചായനോട് പറഞ്ഞിരുന്നു. ഇച്ചായൻ ഓർക്കുന്നു അത്? എന്താ? നമ്മുടെ മോൾക്കെന്നെ വേണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ ഇച്ചായൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന്. ഞാൻ എന്ന് ഇച്ചായൻ്റെ വീടിൻ്റെ പടി കയറുന്നോ അന്ന് ആ പടി ഇറങ്ങുമെന്നാ അവൾ എന്നോട് പറഞ്ഞത്. വേണ്ടിച്ചായ, ഇച്ചായനെങ്കിലും നമ്മുടെ മോളോടൊത്ത് സന്തോഷമായി ജീവിക്കൂ. അത് കണ്ട് ഞാൻ സന്തോഷിച്ചോളാം. ഈ ജന്മം നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വിധിച്ചിട്ടില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അടുത്ത ജന്മമെങ്കിലും അതിനൊരവസരം ദൈവം തരട്ടെ. ഇപ്പോൾ തോന്നുക, ഏട്ടൻ എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം അറിഞ്ഞപ്പോൾ എനിക്കങ്ങ് ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു എന്ന്. എന്തിനു വേണ്ടിയാണ് ഞാനന്ന് അതെല്ലാം ചെയ്തത്? എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇനി എനിക്ക് ഒരാഗ്രഹങ്ങളുമില്ല, മോഹങ്ങളും സ്വപ്നങ്ങളുമില്ല. ഞാൻ ഫോൺ വയ്ക്കുക. ഇനി എന്നെ ഇച്ചായൻ വിളിക്കരുത്. ഞാൻ ഫോൺ എടുക്കില്ല. എന്നെ കാണാൻ ശ്രമിക്കണ്ട. വിങ്ങുന്ന മനസ്സിൻ്റെ മന്ത്രണം പോലെ അതെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ അപ്പുറത്തു നിന്നുള്ള മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ ഓഫ് ചെയ്തു. കയ്യെത്തും ദൂരെ എത്തി നിന്ന തൻ്റെ ജീവിതം കൈവിട്ടു പോകുന്നത് കണ്ട് നിസ്സഹായതയോടെ നോക്കി നിന്നു അയാൾ. പൂന്തോട്ടത്തിലെ സിമന്റ് ബെഞ്ചിൽ ചാരിയിരിക്കുകയാണ് ആമി. സങ്കടം തിങ്ങി നിറഞ്ഞ തൊണ്ടക്കുഴിയാകെ വേദനിക്കുന്നു. മരിച്ചുപോയി എന്ന് കരുതിയ തൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. ഇനിയും അവൾക്ക് നേരെ ചെറുവിരൽ അനങ്ങാതിരിക്കാൻ, ഏട്ടൻ്റെ ദൃഷ്ടി അവളുടെ നേർക്ക് പതിയാതിരിക്കാൻ കടുത്ത വാക്കുകൾ പറഞ്ഞു തരുന്നു. അതെത്രമാത്രം തൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചു എന്ന് ഇന്നലത്തെ അവളുടെ വാക്കുകളിൽ നിന്നും തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം താൻ ജീവിച്ചത്? ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം തനിക്കുണ്ടായിരുന്നോ? സ്നേഹിച്ച പുരുഷനെയും ജന്മം കൊടുത്ത മകളെയും തനിക്കായി ദൈവം കാത്തുവച്ചിരിക്കുന്നു എന്നറിഞ്ഞത് ഈ അടുത്ത കാലത്തല്ലേ? അതുവരെ താൻ ജീവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ആ നിമിഷം ഈ ജീവിതത്തോട് വിട പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ ഇന്ന് താൻ ഇത്രയും വ്യഥ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഓഫീസിൽ നിന്നും ബൈക്കിലാണ് വേണു തറവാട്ടിലേക്ക് എത്തിയത്. അളകയെയും കൊണ്ട് ആയുഷ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേണുവിന് കൂടെ പോകാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചിട്ടാണ് ആയുഷ് പോയത് തന്നെ. എല്ലാത്തിനും വേണുവിനോടൊപ്പം ആദിയും ഉണ്ടായിരുന്നു. ആദി അവിടെ ഉള്ളത് വേണുവിനിപ്പോൾ നല്ലൊരു അനുഗ്രഹമായി. സ്വയം കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ആദി മിടുക്കനായിരുന്നു. ആദിയെ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ ആ അച്ഛൻ എങ്ങനെ ഇങ്ങനെയൊരു മകൻ ജനിച്ചു എന്ന സംശയം വേണുവിൻ്റെ മനസ്സിൽ തോന്നാതിരുന്നില്ല. എന്തായാലും ചീത്ത ചിന്തകളെ അവൻ്റെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് നല്ലതിലേക്ക് വരാൻ തോന്നിച്ചല്ലോ. അതൊരു ദൈവാനുഗ്രഹമാണ്. അല്ലെങ്കിൽ ആ അച്ഛൻ്റെ കൂടെ നടന്ന് അവൻ്റെ ജീവിതവും ഇരുളടഞ്ഞു പോകുമായിരുന്നു. ഓരോന്നും ആലോചിച്ച് ബൈക്കിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് ഗാർഡനിൽ ചിന്താഭാരത്തോടെ ഇരിക്കുന്ന ആമിയെ വേണു കാണുന്നത്. അവൻ വേഗം ആമിക്കരികിലേക്ക് നടന്നു. വേണു തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അറിഞ്ഞിട്ടും ആമി തിരിഞ്ഞു നോക്കിയില്ല. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ആമി എന്ന് വേണുവിന് മനസ്സിലായി. ആമിയടത്തി. അവൻ അവരുടെ ചുമലിൽ തട്ടി വിളിച്ചു. അവന് നേരെ തിരിഞ്ഞു നോക്കിയ അവരുടെ മിഴികൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് വേണുവിന് അത്ഭുതമായി. ഏട്ടത്തി എന്തിനാ കരയുന്നത്? എന്നോട് പറയൂ, എന്ത് വിഷമമാണ് എൻ്റെ ഏട്ടത്തിക്കിപ്പോ? ആമി കണ്ണുകൾ ചേർത്തടച്ചതും നീർക്കണങ്ങൾ കവിളിലേക്ക് ഒഴുകി. ഈ മനസ്സിനെ ഇത്രമാത്രം വേദനിപ്പിക്കാൻ ഇവിടെ എന്താണിപ്പോൾ ഉണ്ടായത്? ഇന്ദുവമ്മ എന്തെങ്കിലും പറഞ്ഞോ? അവരെന്ത് പറഞ്ഞാലും അതൊന്നും മനസ്സിൽ വയ്ക്കേണ്ട ഏട്ടത്തി. അതൊരു പാവമാണ്. ആമിയെ ആശ്വസിപ്പിക്കാൻ എന്നോണം വേണു പറഞ്ഞു. ഇന്ദു ഏട്ടത്തി എന്നെ എന്ത് പറഞ്ഞാലും എനിക്കതിൽ തെല്ലും വിഷമം വരില്ല വേണു. എനിക്കറിയാം അവരെ.
ഏട്ടൻ ചെയ്തു കൂട്ടിയ ക്രൂരതകളൊന്നും ഇതുവരെ അവർക്ക് അറിയില്ലല്ലോ. ശേഷിച്ച കാലം അവരിനി അതൊന്നും അറിയുകയും വേണ്ട. കാരണം ഏട്ടനിപ്പോൾ ഒരു സഹായം അത്യാവശ്യമാണ്. എല്ലാം അറിഞ്ഞാൽ ഒരുപക്ഷെ ഏട്ടത്തി അവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വരും. അതിനിട കൊടുക്കേണ്ടല്ലോ. ഇന്ദു ഏട്ടത്തി അല്ലെങ്കിൽ പിന്നെ പൂജയാണോ പ്രശ്നം? 2-3 ആഴ്ചയായിട്ട് അവളിവിടെ ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തെറ്റിയോ? അതുകൊണ്ടാണോ അവൾ വീട്ടിലേക്ക് പോയത്? ആമി ഒന്ന് ചിരിച്ചു. പൂജ അവൾ നല്ല കുട്ടിയല്ലേ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. നല്ല മനസ്സുള്ളവൾ. സ്നേഹിച്ച പുരുഷനെ അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുത്തവൾ. സ്നേഹം ഒരിക്കലും സ്വന്തമാക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് അവൾക്കറിയാം. നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത് അയാളുടെ മനസ്സിൽ സന്തോഷം നിറയാൻ അയാൾക്ക് ഇഷ്ടപ്പെട്ടതിനെ അയാൾക്ക് സ്വന്തമായി കൊടുക്കുക. അങ്ങനെ അയാൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സും സന്തോഷിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. അതാണ് യഥാർത്ഥ പ്രണയം. ആ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകില്ല വേണു. പൂജ ദൈവം അനുഗ്രഹിച്ച കുട്ടിയാ. അവൾക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവൂ. ആമിയുടെ മനസ്സ് നിറഞ്ഞാണ് അതെല്ലാം പറയുന്നതെന്ന് വേണുവിന് ഉറപ്പായിരുന്നു. ഇന്ദു അമ്മയും പൂജയും അല്ലെങ്കിൽ അപ്പോൾ പിന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ആരാണ്? ഏട്ടത്തേക്ക് താല്പര്യമില്ലെങ്കിൽ പറയണ്ട. അല്ലെങ്കിൽ തന്നെ എല്ലാം ഷെയർ ചെയ്യാൻ ഞാൻ ആരാ? അല്ലേ, വെറും ഒരു കാര്യസ്ഥന്റെ മകൻ. ഓഫീസിലെ ഏറ്റവും താഴേക്കിടയിലെ ജോലിക്കാരൻ. പ്യൂൺ എന്ന് പറയുന്നതായിരിക്കും ശരി. മുതലാളിമാരുടെ കൂടെ എന്തിനും ഏതിനും അനുസരണയോടെ പറയാൻ ഒരാൾ. സത്യത്തിൽ അതല്ലേ ഞാൻ. ആമി തിരിഞ്ഞിരുന്ന അവന്റെ കണ്ണുകളിലേക്ക് കത്തുന്നൊരു നോട്ടം നോക്കി. അങ്ങനെയാണോ നീ എനിക്ക്? അങ്ങനെയാണോ അച്ചു നിന്നെ കണ്ടിരിക്കുന്നത്? എൻ്റെ അച്ഛനും അമ്മയ്ക്കും പിറക്കാത്ത പോയ മകൻ. എൻ്റെ മനസ്സിൽ ആ സ്ഥാനമായിരുന്നു നിനക്ക്. എൻ്റെ കൂടപ്പിറപ്പിൻ്റെ സ്ഥാനം, എൻ്റെ അനിയൻ്റെ സ്ഥാനം. അങ്ങനെയല്ലാത്ത വിധത്തിൽ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? ഉണ്ടോന്ന്? ദേഷ്യം കൊണ്ട് ആമിയുടെ മുഖമാകെ ചുവന്നു. ഇല്ല, എൻ്റെ സ്വന്തം ചേച്ചി. വേണു കണ്ണുകൾ പുറം കൈകൊണ്ട് തുടച്ച് ആമിയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ഏട്ടത്തിയുടെ മനസ്സ് ചുട്ടുപൊള്ളുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പറയാതിരുന്നപ്പോൾ ഞാൻ വെറുതെ. ആത്മബന്ധങ്ങളുടെ പവിത്രത വെറുതെ പറഞ്ഞു കളയാനുള്ളതല്ല വേണു. ഇനി ഒരിക്കൽ പോലും നീ ബന്ധങ്ങളെ അളവുകോലിട്ട് സംസാരിക്കരുത്. എൻ്റെ ഇന്നത്തെ വിഷമത്തിന് കാരണം ഇവരൊന്നുമല്ല. ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മകളാ. വേണു ഒന്നും മനസ്സിലാകാതെ ആമിയെ നോക്കി. ഇന്ന് ഹോസ്പിറ്റലിൽ വച്ചുണ്ടായ കാര്യങ്ങൾ ആമി വേണുവിനോട് തുറന്നു പറഞ്ഞു. അത് കേട്ടതും വേണുവിന് ആകെ അത്ഭുതമായി. അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞോ? സാരമില്ല ഏട്ടത്തി. അന്ന് നിങ്ങൾ അവളോട് അങ്ങനെയെല്ലാം പറഞ്ഞില്ലേ? അതിൻ്റെ സങ്കടം അങ്ങനെ നീറി കിടക്കുന്നുണ്ടായിരുന്നു പെണ്ണിൻ്റെ മനസ്സിൽ. ജീവിതത്തിൽ ഒത്തിരി വേദന അനുഭവിച്ച കുട്ടിയാണ് ഏട്ടത്തി അവൾ. എല്ലാം ശരിയാകും. ദൈവം നിങ്ങളെ 3 പേരെയും ഒരുമിച്ച് ചേർക്കും. ആമിയുടെ ചുണ്ടിൽ വേദനയ്ക്ക് പകരം ഒരു പുഞ്ചിരി തെളിഞ്ഞു. 3 പേരല്ലടാ, 5 പേര്. ഞങ്ങൾ 5 പേരാ. വേണു മനസ്സിലാകാത്തതുപോലെ ആമിയെ നോക്കി. പിന്നെ കൈവിരൽ മടക്കി കണക്ക് കൂട്ടി. 1, 2, 3, 4, 5 ഇല്ലല്ലോ എന്ന അർത്ഥത്തിൽ അവൻ അവരെ നോക്കി. ആമി വേണുവിൻ്റെ 5ാമത്തെ വിരലും മടക്കി കൊടുത്തു. ഇന്ന് പുതിയൊരു മെമ്പറുടെ വരവറിയിച്ചു. എന്നിട്ടും വേണുവിൻ്റെ സംശയം തീർന്നില്ല. ഞാനൊരു മുത്തശ്ശിയാകാൻ പോകുന്നു. അല്ലിമോള് പ്രഗ്നൻ്റാണ്. ഇപ്പോൾ മനസ്സിലായോ? സന്തോഷം കൊണ്ട് വേണുവിൻ്റെ മുഖം പൂ പോലെ വിടരുന്നത് ആമിയും നോക്കിയിരുന്നു. സന്തോഷത്തോടൊപ്പം വേണുവിൻ്റെ മുഖത്ത് ഒരു ലജ്ജയുടെ അംശവും നിറയുന്നത് ആമി കൗതുകത്തോടെ നോക്കി. ആ സമയം വേണുവിൻ്റെ മനസ്സിൽ ജോലി ആയിരിക്കുമെന്ന് ആമിക്കറിയാം. നാളെ കുറച്ചു നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ പോയി അളകയെ കാണണമെന്നും വേണു മനസ്സിൽ തീരുമാനിച്ചു. അടഞ്ഞുകിടക്കുന്ന റൂമിന്റെ വാതിൽ തുറന്ന് വേണു അകത്ത് കടന്നതും സോഫയിൽ കിടന്നുറങ്ങുന്ന ആയുഷിനെയാണ് കണ്ടത്. അളകയാണെങ്കിൽ സീലിംഗിൽ കറങ്ങുന്ന ഫാൻ നോക്കി കിടക്കുന്നുണ്ട്. വേണു അവളുടെ അടുത്തായി ഇരുന്നു കൊണ്ട് മെല്ലെ കട്ടിലിന്റെ ഹെഡിലേക്ക് തലചായ്ച്ച് സീലിംഗിലേക്ക് നോക്കി. ഇപ്പോൾ എത്ര ലീഫുണ്ടല്ലേ? അവൾ തലചിരിച്ച് അടുത്ത് കിടക്കുന്ന വേണുവിനെ നോക്കി. ചോദിച്ചത് മനസ്സിലായില്ലെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൻ തിരിച്ചറിഞ്ഞു. ആ കറങ്ങുന്ന ഫാനിന് എത്ര ലീഫുണ്ടെന്ന്. അല്ലി അത് എണ്ണുകയായിരുന്നല്ലോ ഇതുവരെ. ഞാൻ ലീഫ് എണ്ണുകയാണെന്ന് വേണുവേട്ടനോട് ആരാ പറഞ്ഞത്? കറങ്ങുമ്പോൾ ഫാനിൻ്റെ ലീഫിന് എണ്ണം കൂടുമോ? എത്ര കറങ്ങിയാലും ഫാനിന് 3 ലീഫ് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവൾ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. നീ ശരിക്കും നോക്കല്ലി. ഈ അശോകചക്രത്തിൻ്റെ ആരക്കാലുകൾ പോലെ ഒത്തിരി ലീഫ് കാണുന്നില്ലേ? ദേ വേണുവേട്ട, അധികം കളിച്ചാൽ ഞാൻ ഒരൊറ്റ ഒന്ത് വച്ച് തരും. അല്ലെങ്കിലും എൻ്റെ അല്ലിക്കുട്ടിക്ക് ഇപ്പോൾ എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല. മറ്റുള്ളവരുടെ വേദന അറിയാനുള്ള മനസ്സുമില്ല. ആര് പറഞ്ഞു? എൻ്റെ വേണുവേട്ടൻ കഴിഞ്ഞേ എനിക്ക് ആരുമുള്ളൂ. ഞാൻ എപ്പോഴാ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാതിരുന്നത്?
എന്നിട്ടാണോ ഇന്നലെ എൻ്റെ ആമിയേട്ടത്തിയെ നീ കരയിപ്പിച്ചത്? ഒന്നുമില്ലെങ്കിലും അവൾ നിന്റെ അമ്മയല്ലേ, നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി. ഒരു നിമിഷം അളക മിഴികൾ ഇറുക്കി അടച്ചു. ഞാൻ മകളല്ലെന്ന് പറഞ്ഞില്ലേ? അന്നേരം എനിക്ക് എന്തുമാത്രം വിഷമമായി എന്ന് വേണുവേട്ടൻ ചിന്തിച്ചോ? ആ പോലീസുകാരൻ എല്ലാം പറഞ്ഞതല്ലേ, വിശ്വസിച്ചോ? ഇറങ്ങിപ്പോരേണ്ടി വന്നില്ലേ ഞാൻ അവിടെ നിന്ന്? അന്ന് എൻ്റെ ഹൃദയം മുറിഞ്ഞ് ചോര ഒഴുകിയത് വേണുവേട്ടൻ കണ്ടില്ലല്ലോ. എൻ്റെ വേദന അറിയാൻ മാത്രം ആരുമില്ല. ദേ അവിടെ ഒരാൾ കിടക്കുന്ന കണ്ടോ? ഇന്നലെ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എന്നോട് മിണ്ടിയിട്ടില്ല. എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ തനിച്ചല്ലേ. ആര് പറഞ്ഞു വേണുവേട്ടൻ്റെ കുട്ടിക്ക് ആരുമില്ലെന്ന്? ഈ വേണുവേട്ടനുണ്ടാവും എന്നും. എന്നിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ലെങ്കിലും എല്ലാവരും അമ്മയുടെ പക്ഷത്താ. വേണു തിരിഞ്ഞു കിടന്നുകൊണ്ട് അളകയുടെ മുടിയിൽ മൃദുവായി തലോടി. അതെന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ആമിയേട്ടത്തി ഈ ജന്മം അനുഭവിച്ചതൊന്നും നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലല്ലേ. താഴെ ഒരു കുഞ്ഞ് പിറന്നാൽ സ്വാഭാവികമായും വീട്ടിലുള്ളവർക്ക് ആ കുഞ്ഞായിരിക്കും ഓമന. എന്നാൽ അങ്ങനെ ജനിച്ചു പോയതിൻ്റെ പേരിൽ ഒരു ജന്മം തന്നെ ഹോമിക്കേണ്ടി വന്ന ദുർബലയായ സ്ത്രീ, അതാണ് വേദാത്മിക എന്ന നിന്റെ അമ്മ. എല്ലാ സ്നേഹവും അനിയത്തിക്ക് കിട്ടുന്നത് കണ്ട് ആരും അറിയാതെ അവളെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരേട്ടൻ. വളരും തോറും ആ ഏട്ടൻ്റെ മനസ്സിൽ അനിയത്തിയോടുള്ള വെറുപ്പ് സൈക്കോ ലെവലിലേക്ക് എത്തിയിരുന്നു. സ്നേഹിച്ച പുരുഷനെ കല്യാണം കഴിക്കാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാമെന്ന് വാക്കുകൊടുത്ത ആ ഏട്ടൻ തന്നെ മൈസൂരിലെ റിസോർട്ടിൽ അബോധാവസ്ഥയിലാക്കിയ അവളെ മറ്റുള്ള വ്യക്തികൾക്ക് പിച്ചി ചീന്താൻ എറിഞ്ഞുകൊടുത്തു. ആ കുറ്റം അവളെ സ്നേഹിച്ച പുരുഷന്റെ തലയിലിട്ട് കൊടുത്ത് അയാളെ ജയിലിലും അയച്ചു. നൊന്ത് പ്രസവിച്ച കുഞ്ഞെങ്കിലും തനിക്ക് കൂട്ടിനുണ്ടാകുമെന്ന് കരുതിയ അവർക്ക് മുന്നിൽ നാടകം കളിച്ച് കുഞ്ഞിനെ മാറ്റി. കുഞ്ഞുകൂടി നഷ്ടപ്പെട്ടതറിഞ്ഞപ്പോൾ അവർ മാനസികമായി വല്ലാതെ തളർന്നു. ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറേണ്ട അവരുടെ അസുഖത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റുകൾ ഒത്തിരി ചെയ്തു. ഇല്ലാത്ത അസുഖത്തിന്റെ പേരിൽ ഡോസ് കൂടിയ മരുന്നുകൾ കഴിപ്പിച്ചു. അവരതെല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയിരുന്നു. എന്നാലും പ്രതികരിച്ചു ശക്തമായി തന്നെ. പിന്നെ അന്ന് നിന്നോടങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് അങ്ങനെ പറയാനേ അന്നെൻ്റെ ആമിയേട്ടത്തിക്ക് കഴിയുമായിരുന്നുള്ളൂ. കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന വസ്തുത താൻ മനസ്സിലാക്കിയെന്ന് അയാൾ അറിഞ്ഞാൽ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതാണ് അവരന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. CI പറയുന്നതിനേക്കാൾ മുന്നേ അവർ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു നീ അവരുടെ സ്വന്തം മകളാണെന്ന്. എന്നിട്ടും മോളെ എന്നൊന്ന് വിളിക്കാൻ കഴിയാതെ, എല്ലാ അവകാശത്തോടെയും കെട്ടിപ്പിടിക്കാൻ കഴിയാതെ വെന്തുരുകി ഒരമ്മ ആ വീട്ടിൽ ജീവിച്ചിരുന്നു നീ അവിടെ ഉള്ളപ്പോൾ തന്നെ. അത്രയും ഭാഗ്യം കേട്ട ഒരു ജന്മം വേറെയുണ്ടോ അല്ലി? അത്രയൊക്കെ അനുഭവിച്ച ആ അമ്മയെയാണ് നീ ഇന്നലെ ആട്ടിയിറക്കിയത്. ഇനി നിങ്ങളുടെ പപ്പയുടെയും മോളുടെയും ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടവർ. പെട്ടെന്നാണ് അളക വേണുവിനെ കെട്ടിപ്പിടിച്ചത്. അന്നേരം അവൾ ആർത്തലച്ച് കരയുന്നുണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞു തന്നില്ല. ഞാനല്ലേ കാണേണ്ട എന്ന് പറഞ്ഞുള്ളൂ. അതിന് പപ്പയെ കാണാതിരിക്കേണ്ട കാര്യമെന്താ? വേണ്ടത്രേ, മകൾക്ക് വേണ്ടെങ്കിൽ പപ്പയോടൊത്തുള്ള ജീവിതവും അവർക്ക് വേണ്ടത്രേ. ഞാൻ കാരണം എല്ലാവർക്കും വേദനയാണല്ലോ വേണുവേട്ടാ. ഞാൻ വിളിച്ചാൽ അമ്മ ഇനി വരുമോ? എനിക്ക് കാണിച്ചു തരൂ. തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ ഉഴറി വീണു. എന്നാൽ ഈ രംഗങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആയുഷ്. അല്ലെങ്കിലും എൻ്റെ വേണുവേട്ടൻ മാസല്ലേ, വേണുവേട്ടന് പകരം വേണുവേട്ടൻ മാത്രം.